വെൽക്കം ടു വർക്കല, എ ബ്യൂട്ടിഫുൾ കോസ്റ്റൽ ടൗൺ ഇൻ കേരള. ഇവിടുത്തെ വർക്കല ക്ലിഫ് നമ്മുടെ അറേബ്യൻ സീനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്റ്റണ്ണിങ് ബ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബ്രെത്ത് ടേക്കിംഗ് വ്യൂസും മറുഭാഗത്തെ വൈബ്രൻറ്റ് കഫേസ് ആൻഡ് ഷോപ്സും എല്ലാം എന്നും ട്രാവലേഴ്സിന് ഇതൊരു പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടോ. ഈ അടുത്താണ് ഞാനും എൻ്റെ കുറച്ച് കോളേജ് ഫ്രണ്ട്സും കൂടെ വർക്കലയിലേക്ക് ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് ബേസ് ചെയ്ത് ചെയ്യുന്ന ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ ഇത്. സോ ഒഫീഷ്യലി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കൊച്ചിയിൽ നിന്ന് വർക്കലയിലേക്ക് പോകാൻ ഇഷ്ടം പോലെ യാത്രാമാർഗ്ഗങ്ങളുണ്ടെങ്കിലും എനിക്കെപ്പോഴും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ട്രെയിൻ യാത്രകൾ തന്നെയാണ് കേട്ടോ. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെളുപ്പിന് 5:10 സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ നമ്പർ 16303 വഞ്ചിനാട് എക്സ്പ്രസ്സിലായിരുന്നു കേട്ടോ ഞങ്ങൾ വർക്കലയിലേക്ക് പോയത്. ഇത് സൗത്ത് നിന്ന് എടുക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഓൺ ടൈം ആയിരിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് വെളുപ്പങ്കാലത്ത് എണീറ്റ് യാതൊരു ക്ഷീണവും സങ്കടവും ഞങ്ങളുടെ മുഖത്തുണ്ടായിരുന്നില്ല. ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മൾ ട്രെയിനിൽ നൈസായിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേക്കും പതിയെ നേരം അങ്ങോട്ട് വെളുത്തു. കുറേ നേരം അങ്ങോട്ട് ഇരുന്ന് ബോറടിച്ചപ്പോൾ നമ്മൾ എണീറ്റ് കുറച്ച് കാഴ്ചകളെല്ലാം കണ്ട് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നീട് അങ്ങോട്ടൊരു അടിപൊളി സൺറൈസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ യാത്ര അത് നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് വർക്കിൽ എത്തിയൊരു ഫീലായിരുന്നു കേട്ടോ. നമ്മൾ അറൗണ്ട് ഒരു 9:10 9:20 ആയപ്പോഴത്തേക്കും വർക്കല ശിവഗിരി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന് വരാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം ആളെ വെയിറ്റ് ചെയ്ത് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇരുന്നു. അപ്പോഴത്തേക്ക് ആൾ ദേ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒട്ടും സമയം കളഞ്ഞില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു ഓട്ടോ പിടിച്ച് നേരെ നമ്മുടെ സ്റ്റേ എടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് പ്ലാൻ ഇട്ടു കേട്ടോ. ഇവിടെ നിന്ന് ക്ലിഫിലേക്ക് അറൗണ്ട് ഒരു 100-120 രൂപയാട്ടോ നമ്മുടെ ഓട്ടോ ചാർജ് വാങ്ങിക്കുന്നത്. ഞങ്ങൾ ക്ലിഫിന്റെ 5 കിലോമീറ്റർ റേഡിയസിൽ തന്നെയുള്ള സീബ്ര ഹോസ്റ്റൽസ് ആയിരുന്നു സ്റ്റേക്ക് വേണ്ടി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അത്യാവശ്യം നല്ല എന്താ പറയുന്ന എസ്തെറ്റിക് ആയിട്ടുള്ള നല്ലൊരു ഇൻസ്റ്റഗ്രാമബിൾ പ്ലേസ് പോലെ തന്നെയാട്ടോ ഉണ്ടായിരുന്നത്. നമ്മൾ 4 പേരുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ഡീലക്സ് റൂമാണ് ഞങ്ങൾ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അറൗണ്ട് ഒരു 3500 റുപ്പീസ് ആയിരുന്നു. ഞങ്ങൾ ദിവാലിയുടെ ടൈമിൽ ചെന്നുകൊണ്ടാണ് കേട്ടോ ഈ ഒരു റേഞ്ച്. അവിടെ പ്രൈസ് റേഞ്ച് വേരി ചെയ്യും. ഞങ്ങൾ പറഞ്ഞ സമയത്തിനേക്കാൾ മുന്നേ ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ റൂം റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളോർത്ത് ഒരു ക്വിക്കായിട്ട് ക്ലിഫിലേക്ക് ഒരു വാക്ക് നടത്തിയിട്ട് വരാം, പിന്നെ ക്ലിഫിലേക്കുള്ള വഴിയും കൂടെ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെറിയൊരു ഇടവഴിയെല്ലാം കയറിയിട്ടാണ് കേട്ടോ നടക്കാൻ. നടന്ന് ക്ലിഫിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഇതിങ്ങനെയാണ് അവിടെ വഴിയൊക്കെ ഉണ്ടായിരുന്നത്. പോകുന്ന വഴിയിൽ വലിയ തബിലും വീണ് എന്തൊക്കെയോ സെറ്റപ്പുള്ള ഒരു ഹോം സ്റ്റേ ഒക്കെ കണ്ടപ്പോൾ ഞാൻ അത് വെറുതെ കൗതുകത്തിൻ്റെ പുറത്തെടുത്ത് വെച്ചാണ്. അങ്ങനെ നടന്ന് ഞങ്ങളൊരു ചെറിയ ഇടവഴി കയറി ഈ വഴി ചെന്ന് നിൽക്കുന്നത് ക്ലിഫിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ക്ലിഫിൻ്റെ എൻട്രൻസിലെത്തി. ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ നിന്ന് കുറച്ച് നേരം ബീച്ചിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് കണ്ട്. ചെറിയൊരു മഴക്കോൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും നല്ലൊരു വാം കോസി ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ഈ ഒരു വാക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഒത്തിരി ദൂരേക്കൊന്നും പോയില്ല, കുറച്ചങ്ങോട്ട് നടന്ന് ക്ലിഫൊക്കെ ഒന്ന് കണ്ട് ക്ലിഫിലേക്കുള്ള വഴിയൊക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് തന്നെ വന്നു കേട്ടോ. ഇവിടെ ഞങ്ങൾ റൂമിൽ വന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ റൂമെല്ലാം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം റൂമിലൊക്കെ നിന്ന് റിലാക്സ് ചെയ്ത് പയ്യെ ലഞ്ചൊക്കെ കഴിച്ച് ഇനി ഈവനിങ് ആകുമ്പം ബീച്ചിലേക്ക് പോകാമെന്നായിരുന്നു നമ്മൾ പ്ലാൻ ഇട്ടേ. അങ്ങനെ ഇവിടെ ലഞ്ച് കഴിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടെ നമുക്ക് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേണമെങ്കിൽ ഫുഡ് ഉണ്ടാക്കി തരും. ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലൊരു മന്തി ലവർ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ ഓർത്തപ്പോഴത്തേക്കും നല്ല മഴ. അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ പുറത്ത് നിന്ന് കുറച്ച് നേരം മഴ ആസ്വദിച്ചു. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇനി ക്ലിഫിലേക്കൊന്നും പോകാൻ പറ്റില്ല, നമ്മുടെ ട്രിപ്പ് ചെറുതായിട്ട് കൊളായി, ബീച്ചിലേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല എന്നാണ്. പക്ഷെ മഴ ചതിച്ചില്ല. നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഗിറ്റാറൊക്കെ എടുത്ത് കുറച്ച് നേരം പാട്ടൊക്കെ പാടി നല്ലോണം വൈബൊക്കെ അടിച്ചിരുന്നു. പിന്നെ മഴയത്ത് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാനും പാട്ട് പാടാനും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കോളേജ് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾ അധികം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു എന്താ പറയുന്ന മീറ്റപ്പ് ഒക്കെ വെക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ പാട്ടൊക്കെ പാടി ചില്ല് ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് പയ്യെ മഴ മാറുന്നൊരു ഗ്യാപ്പ് നോക്കി ഒന്ന് ക്ലിഫിലേക്ക് ഇറങ്ങാമെന്നായിരുന്നു പ്ലാൻ. നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ മഴ കണ്ടിട്ട് ഞങ്ങൾ എന്തായാലും ക്ലിഫ് വരെ ഒന്ന് നടന്നിട്ട് വരാം എന്നുള്ള പ്ലാനിലേക്ക് ചുരുക്കി.
പാട്ടൊക്കെ പാടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ ക്യാരംസ് ഉണ്ടോ, കുറച്ച് നേരം ക്യാരംസ് കളിക്കാമെന്ന്. അപ്പോൾ അവർ രണ്ടുപേരും ക്യാരംസ് കളിക്കാനുള്ള പരിപാടിയൊക്കെ സെറ്റാക്കി. അപ്പം ഞാൻ ഓർത്തു ഈ പ്രോപ്പർട്ടി ഒന്ന് ജസ്റ്റ് റാൻഡമായിട്ട് കാണിക്കാമെന്ന്. കയറി വരുമ്പോൾ തന്നെ ഒരു ഹോളാണ് കേട്ടോ. ഹോള് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്, നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രയോൺസ് കൊണ്ട് പെയിൻറ് ചെയ്തേക്കുന്ന ഒരു കോറിഡോറാണ് അവർക്കുള്ളത്. ആ കാണുന്ന 2 റൂംസും ഡോർമെട്രീസ് ആണ് കേട്ടോ. അത് ഷെയർഡ് ഡോർമെട്രീസ് ആണ്. പിന്നെ അതാ ഇങ്ങനെ ഒരു ഏരിയ വരുന്നുണ്ട്. അവിടെ അറ്റാച്ച്ഡ് ബാത്റൂംസും അല്ലാതെ നോൺ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂംസും ഉണ്ട്. പിന്നെ ഒരു വാഷ് ഏരിയ ഉണ്ട്. പിന്നെ അവർക്കുള്ളതൊരു ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ. ഇത് ആക്ച്വലി ഒരു വീടാണെന്നാണ് തോന്നുന്നത്. അത് പിന്നീട് ഒരു പ്രോപ്പർട്ടി ആക്കിയതാണ്. പിന്നെ ഒരു കിച്ചണാണ്. നമുക്ക് എന്തെങ്കിലും ചായയൊക്കെ തിളപ്പിക്കണം, കുക്ക് ചെയ്യണം, വെള്ളം ചൂടാക്കണമെങ്കിൽ അതൊക്കെ ചെയ്യാം. പിന്നെ അവരുടെ ബാക്ക് ഏരിയ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയത്തും കൂടുതലും ഗേൾസ് തന്നെയായിരുന്നു കേട്ടോ അവിടെ സ്റ്റേക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം ഗേൾസിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്പേസ് ആണെന്നാണ് നമുക്ക് മനസ്സിലായത്. പിന്നെ ക്ലിഫിൽ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട്. കയറി വരുമ്പോൾ തന്നെ ആണെങ്കിലും റൂംസ് ആണെങ്കിലും എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവർക്ക് റൂംസ് മാത്രമല്ല ഡോംസും അവൈലബിൾ ആണ്, അതുപോലെ കോട്ടേജസും അവൈലബിൾ ആണ്. ഇവരുടെ പുറത്ത് വേറെ പ്രോപ്പർട്ടീസും ഉണ്ട്. അങ്ങനെ 3-4-5 പ്രോപ്പർട്ടീസ് ഒരുമിച്ച് ചേരുന്നതാണ് കേട്ടോ ഈ സീബ്ര ഹോസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ. മഴയായത് കൊണ്ട് എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ ആ ഒരു ഏരിയയും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗേൾസിന് മാത്രമല്ല ഇവിടെ കപ്പിൾ ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ ഫാമിലീസിനും വരാൻ പറ്റുന്ന സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും മഴയൊക്കെ പയ്യൊന്ന് തോർന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം നമുക്ക് ക്യാരംസ് കളിച്ച് മഴ ഒന്ന് പൂർണ്ണമായിട്ട് മാറുമ്പോഴത്തേക്കും പയ്യെ ക്ലിഫിലേക്ക് ഇറങ്ങാമെന്ന്. ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടെ കഴിഞ്ഞൊരു 5:30 സമയമൊക്കെ ആയപ്പോഴത്തേക്കും പയ്യെ മഴയൊക്കെ മാറി. ഞങ്ങളപ്പോൾ പയ്യെ ക്ലിഫിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് ബീച്ചിലേക്ക് പോകണമായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് നടന്ന് ഈ ക്ലിഫിൻ്റെ എൻഡ് വരെ പോകുമ്പോൾ ബ്ലാക്ക് സാൻഡ് ബീച്ച് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് ആദ്യമായിട്ടല്ല വർക്കലയിൽ, അതുകൊണ്ട് തന്നെ എനിക്ക് ബ്ലാക്ക് സാൻഡ് ബീച്ചിൽ പോകാനാണ് ഇഷ്ടം. ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് ടൈം 2 തവണ വന്നപ്പോഴും എനിക്ക് ബ്ലാക്ക് സാൻഡ് ബീച്ചിൽ പോയതാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവിടെ കുറച്ചും കൂടെ ക്രൗഡ് കുറവാണ്. പിന്നെ നമുക്ക് ബീച്ചിലേക്കൊക്കെ ഇറങ്ങാനും പറ്റും, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അറ്റം വരെ നടന്ന് ബീച്ചിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ട്. പോകുന്ന വഴിക്കൊക്കെ കുറേ നല്ല റിസോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ബ്ലാക്ക് സാൻഡ് ബീച്ചിൻ്റെ ഒരു വ്യൂ. അന്നൊരു ദീപാവലി അവധിയും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു മാക്സിമം ഒരു 6:30-7 മണി വരെയൊക്കെ ബീച്ചിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും ഗാർഡ് വന്ന്, പിന്നെ മഴയായി, അപ്പം കടൽ കുറച്ച് അഗ്രസീവും ആയിരുന്നു. അപ്പം നമ്മൾ ഗാർഡ് വന്ന് മുകളിലേക്ക് കയറ്റി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പോകുന്ന വഴി ഏതോ ഒരു റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ കുറച്ച് എസ്തെറ്റിക് പരിപാടികളൊക്കെ കണ്ടപ്പോൾ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വീണ്ടും നൈറ്റ് വൈബ് പിടിക്കാൻ വേണ്ടി വർക്കല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് നൈറ്റ് ലൈഫിലോ. അപ്പോൾ അവിടുത്തെ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. ഓൾറെഡി നേരത്തെ നല്ല നടന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിച്ചിട്ട് ഏതെങ്കിലും ഒരു കഫ്റ്റീരിയ പോയിരുന്ന് കഴിക്കാമെന്നായിരുന്നു പ്ലാൻ. അപ്പം ഞങ്ങൾ അങ്ങനെ ഡാർജിലിംഗ് കഫേയിലാണ് പോയത്. വർക്കലയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു കഫ്റ്റീരിയ ആണ് കേട്ടോ ഡാർജിലിംഗ് കഫേ. അത്യാവശ്യം ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. മാത്രമല്ല ഇവരുടെ DJ പാർട്ടിയിലേക്ക് ഗേൾസിന് ഇവിടെ ഫ്രീ എൻട്രി ആണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിച്ചതിൻ്റെ ബില്ല് മാത്രം കാണിച്ചാൽ മതി. പിന്നെ അത്യാവശ്യം ലൗഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, ക്രൗഡഡ് ആണ്. അപ്പം അധികം ക്രൗഡ് താല്പര്യമില്ലാത്തവർക്ക് നമ്മൾ അവരുടെ പാർട്ടി സജസ്റ്റ് ചെയ്യില്ല. അപ്പം ഞങ്ങൾ സംസാരിച്ചിരുന്നപ്പോഴത്തേക്കും ഫുഡ് വന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ചിക്കൻ വൈറ്റ് സോസ് പാസ്തയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസും ആയിരുന്നു. ഒരു അത്യാവശ്യം കുഴപ്പമില്ല, ഓക്കെ ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പിന്നെ ഇവിടുത്തെ ഫുഡെല്ലാം എല്ലാവരും അറിയാമല്ലോ, അത്യാവശ്യം ഓവർ പ്രൈസ്ഡ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും കുറച്ച് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പം നോക്കിയൊക്കെ ഓർഡർ ചെയ്താൽ മതി. ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മളവരുടെ DJ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പോയി. അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. അങ്ങനെ DJ എല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലത്തെ വ്ളോഗാണ് കേട്ടോ ഇനി കാണിക്കാണ്ടായിരുന്നത്. ദിവാലി ആയതുകൊണ്ട് തന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് അവിടെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ 6 മണിക്ക് എണീറ്റ് തന്നെ ബീച്ചിൽ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്താണ് തലേദിവസം ഉറങ്ങിയത്. പക്ഷെ ഉറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ
ഞങ്ങൾ എണീക്കാനും ലേറ്റായി. അപ്പോൾ നമ്മുടെ പ്ലാൻസ് എല്ലാം ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ രാവിലെ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. പുട്ടും മുട്ടക്കറിയായിരുന്നേ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ ലഗേജസ് എല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ പകൽ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്ത് എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഈ പ്രോപ്പർട്ടി നമ്മൾ പുറത്തെ കുറച്ച് ഏരിയാസ് ഒന്ന് കാണിക്കാനുണ്ട്. അപ്പോൾ അതാ ഈ കാണുന്ന റൂമായിരുന്നു കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വന്ന സമയത്ത് എടുക്കാനുള്ള ഒരു സാവകാശം നമുക്ക് കിട്ടിയില്ല. അത് പോകാൻ നേരത്തും നമ്മളിപ്പോൾ മെസ്സപ്പ് ആക്കിയോണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അങ്ങനെ ഈ ഒരു റൂമിൽ നിന്ന് ഇതാ ഈ പുറത്തേക്ക് ഇറങ്ങുന്ന കുറച്ച് വ്യൂസ് കാണിക്കാമെന്ന് ഓർത്താട്ടോ. ഇതാണ് ഇതിൻ്റെ ഔട്ട്ഡോർ വരുന്നത് ഈ പ്രോപ്പർട്ടിയുടെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് ഈ നമ്മൾ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടി കൂടാതെ അപ്പുറത്ത് വേറെ 2 കോട്ടേജസ് കൂടിയുണ്ട്. അവിടെയും 2 ഡീലക്സ് റൂമും അതുപോലെ തന്നെ എന്താ ഫാമിലി ആയിട്ടൊക്കെ താമസിക്കാൻ വന്നവർക്ക് ഈ ഒരു ഏരിയ മൊത്തമായിട്ടൊക്കെ ഇങ്ങനെ പ്രിഫർ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു പഴയ തറവാട് വീടിൻ്റെ ഒരു എസ്തെറ്റിക്കിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കാണുന്നത് ഇതാ വേറൊരു കോട്ടേജാണ്. ഇത് നല്ലോണം പെയിന്റ് ഒക്കെ ചെയ്ത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അവിടെ ഒരു ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്ഡോർ വ്യൂ. ഈ ഒരു മൊത്തം പ്രോപ്പർട്ടിയാണ് കേട്ടോ സീബ്ര ഹോസ്റ്റൽസിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു, സംസാരിച്ചു, ഊഞ്ഞാലൊക്കെ ആടി. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ക്ലിഫിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്ത്. പിന്നെ ഞങ്ങൾ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത് നോർത്ത് ക്ലിഫിലായിരുന്നു. ഇവർക്ക് ആക്ച്വലി സൗത്ത് ക്ലിഫിലും സ്റ്റേസ് ഉണ്ട്. അപ്പോൾ അത് ഗൂഗിൾ നോക്കിയപ്പോഴാണ് കണ്ടത്. വേറെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് പയ്യെ ലാസ്റ്റായിട്ട് ഒന്നും കൂടെ ക്ലിഫ് കാണാൻ ഓർത്ത് ക്ലിഫിലേക്ക് ഇറങ്ങി. അത്യാവശ്യം നല്ല രീതിക്ക് വെയിലുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലത്ത് കരിഞ്ഞുണങ്ങിയാണ് നമ്മൾ ഇന്നലെ അതായി വഴി കൂടെ രാത്രി വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കോമഡി ആയിരുന്നു. ഞങ്ങൾ പേടിച്ചോടിയിട്ടൊക്കെയാണ് കേട്ടോ വന്നത്. നമ്മൾ രാവിലെ എണീറ്റ് ഒന്നും കൂടെ ക്ലിഫ് കാണാൻ പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് പറ്റാതെ കൊണ്ടാണ് പിന്നെ നമ്മൾ ക്ലിഫിൽ നിന്ന് ഇന്നലെ തലേ ദിവസം നല്ലോണം ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നല്ല പിക്ചേഴ്സും എടുക്കണം. പിന്നെ ഇന്നാണ് നമ്മൾ കഫേ ഡാർജിലിങ്ങിൽ മാത്രമേ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് വേറൊരു കഫേയും കൂടെ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഫേ ഇറ്റാലിയനിലും കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ക്ലിഫിലേക്ക് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല ലൈറ്റ് ഉള്ളതുകൊണ്ടും പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയതുകൊണ്ടും നമുക്ക് നല്ല പിക്ചേഴ്സൊക്കെ കിട്ടിയിട്ടോ. എനിക്കാണെങ്കിൽ എന്താണെന്ന് അറിയില്ല, ഈ വർക്കല ക്ലിഫിൻ്റെ ഒരു ബ്യൂട്ടി ഭയങ്കരമായിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന അത്രയും ബ്യൂട്ടിയിൽ എനിക്കിത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത്രയും രസമായിരുന്നു കേട്ടോ ഈ ബീച്ച് ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ടാണ്. നല്ല ഒരു ഓഷ്യൻ ബ്ലൂ കളറിലുള്ള ബീച്ചും അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബീച്ചും നല്ലൊരു എന്താ പറയുക നല്ലൊരു കാമൻ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസ് എല്ലാം എടുത്തു. ഇവിടെ കുറേ നല്ല ഷോ പീസസും ചെറിയ ചെറിയ കരകൗശല വസ്തുക്കളെല്ലാം ഉണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ മേടിക്കാം. ഇതൊക്കെ കൂടുതലായിട്ടും ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മളൊന്നും വാങ്ങിയൊന്നുമില്ല, എല്ലാം ഇങ്ങനെ നോക്കി നോക്കി കണ്ടു നടക്കാൻ നല്ല രസമല്ലേ. വർക്കലയിൽ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു കഫ്റ്റീരിയ ആണ് കേട്ടോ കഫേ ഇറ്റാലിയൻ. ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ലൈബ്രറി സെറ്റപ്പാണ്. നല്ല രസമുണ്ട് ഈ ബുക്സൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാം, പുസ്തകങ്ങൾ വായിക്കാം. അതുപോലെ നമ്മൾ ഡൈനിങ് ചൂസ് ചെയ്തത് ഇവരുടെ അപ്സ്റ്റേഴ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസ് എല്ലാം എടുത്ത് പിന്നെ ഞങ്ങൾ കുറച്ച് ബുക്കൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറി ഫുഡ് കഴിക്കാനായിട്ട്. ഏകദേശം ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എന്തെങ്കിലും ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്നായിരുന്നു പ്ലാൻ. അങ്ങനെ ഞങ്ങൾ ഇവരുടെ അപ്സ്റ്റേഴ്സിലേക്ക് കയറി ഒരു നല്ല കോർണർ സീറ്റ് നോക്കി കണ്ടുപിടിച്ചു. ഇവിടെ മോളിൽ നിന്ന് നമുക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. ബീച്ചിലേക്കാണെങ്കിലും ഈ ഒരു കഫേ ആണെങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത്യാവശ്യം കുറേ പേര് ഇൻസ്റ്റഗ്രാമിലെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇനി ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ബീച്ചെല്ലാം കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം ഈ വെയിലത്ത് ഇതുപോലെ ഏതെങ്കിലും കഫേ ഹോപ്പിംഗ് ചെയ്യുന്നതാണ് ഡേ ടൈമിൽ വർക്കലയിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളത്. കാരണം നമുക്ക് അത്യാവശ്യം നമ്മൾ ടയേർഡ് ആവത്തില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഫുഡെല്ലാം കഴിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാനും ഇതാണ് ബെറ്റർ.
കാരണം അറിയാലോ, ബീച്ച് സൈഡൊക്കെ ആകുമ്പോൾ എപ്പോഴും ഈവനിങ് ടൈമാണ് നമുക്ക് ബീച്ചിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഡേ ടൈം വർക്കിലാണ് വരുന്നവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം പോലെ കഫ്റ്റീരിയാസ് ഇവിടെ ഉണ്ട്. നമ്മൾ മേജറായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന 2 കഫേയിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ പിസ്സയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ഹോട്ട് ചോക്ലേറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ അവിടുത്തെ വ്യൂ എല്ലാം കണ്ട് നല്ലോണം എൻജോയ് ചെയ്ത് ഞങ്ങൾ ആ ഒരു ഡേ നല്ലോണം സ്പെൻഡ് ചെയ്തിട്ടോ. പിന്നെ ഫോറിനേഴ്സിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ കഫ്റ്റീരിയസ് എല്ലാം അത്യാവശ്യം നല്ല പ്രൈസ്ഡ് ആണ്. ഒരു പേർ സേവിങ് 600 to 1000 റേഞ്ചിലാണ് ഇവിടുത്തെ എല്ലാ കഫ്റ്റീരിയസിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന 2 കഫേയിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ലഞ്ചൊക്കെ കഴിഞ്ഞു. ലഞ്ച് ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ ചെക്കൗട്ട് ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഒരു ഓട്ടോ തന്നെ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. ആക്ച്വലി നമ്മൾ ഉച്ചയ്ക്ക് ചെക്കൗട്ട് ചെയ്തു. ഞങ്ങൾക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത് ഈവനിങ് ആയിരുന്നു. അപ്പോൾ കുറച്ച് സമയം ആ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഇവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങളവിടെ പരിസരത്തുള്ള തന്നെ ഒരു കടയിൽ നിന്ന് തന്നെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 5 മണിയായി. 5:30 നമ്മുടെ കൂടെ വന്ന ആലിയ ട്രിവാൻഡ്രത്തേക്ക് തന്നെ തിരിച്ചു പോകണം. അപ്പോൾ അവളുടെ ട്രെയിൻ ഉണ്ട്. ഫസ്റ്റ് അവളാദ്യം കയറ്റി വിട്ടിട്ടാണ് ഞങ്ങൾ കൊച്ചിക്ക് വന്നത്. അപ്പോൾ ആലിയുടെ ട്രെയിൻ വരാൻ വേണ്ടി നമ്മൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. എന്നിട്ട് അവളെ കയറ്റി വിട്ടിട്ട് നമ്മൾ ഇപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് തിരിച്ചു വരണം. അങ്ങനെ ഞങ്ങൾ ആലിയനെ കയറ്റി വിടാനായിട്ട് നമ്മൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതാണ് കേട്ടോ കാണുന്നത്. ആലിയൻ്റെ ട്രെയിൻ 5:50 അപ്പോൾ അതിന് ശേഷം വേണം നമുക്കും കൊച്ചിയിലേക്ക് പോകാനായിട്ട്. പിന്നെ പിറ്റേ ദിവസം ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു. ഞങ്ങളൊരു വീക്കെൻഡാണ് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പിറ്റേ ദിവസം വർക്കിനും കയറണുണ്ടായിരുന്നു. ശരിക്കും വർക്ക് ചെയ്യുന്നവർക്ക്, കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഒരു 1 ഡേ സ്റ്റേക്കേഷനും അങ്ങനെ വരാൻ പറ്റിയൊരു പ്ലേസ് ആണ് കേട്ടോ വർക്കല. ആക്ച്വലി ലീവ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ശനിയും ഞായറും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വന്ന് അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ആളുടെ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആലി വർക്കല ട്രിപ്പ് അടുത്ത ട്രിപ്പ് എങ്ങോട്ടോ? 2 വർഷം കഴിഞ്ഞിട്ടും 2 3 ഷഫ്നെ പറയും എങ്ങനെയുണ്ടായിരുന്നു? ഒന്നും കൂടി കാണിച്ചേ, 2 കൂടി കാണിക്കേ. ഗൈസ് അങ്ങനെ ഞങ്ങളുടെ വർക്കല ട്രിപ്പ് ഇവിടെ അവസാനിക്കാണ് ഗൈസ്. ഭയം പറയില്ലേ, നല്ല മഴയാണ് ഗൈസ്. നോക്ക് ആലിനെ കിട്ടുന്നില്ല. അങ്ങനെ ആലിയ ട്രിവാൻഡ്രത്തേക്കോ നമ്മൾ കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെയൊക്കെ വളരെ മനോഹരമായ 2 ദിവസങ്ങളാണ് കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു ബ്രേക്ക് തന്നെയായിരുന്നു കേട്ടോ ഇത്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മളെല്ലാം ഈ ഓടുന്ന ഓട്ടത്തിനിടയ്ക്ക് ഇടയ്ക്കെങ്കിലും നമ്മളിതുപോലെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഒരു മീറ്റപ്പ് ഒക്കെ നടത്തി വീണ്ടും റീസെറ്റ് ചെയ്യുന്നത് ശരിക്കും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ കുട്ടി വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. തുടക്കത്തിൻ്റെ ആയിട്ടുള്ള എല്ലാ പോരായ്മകളും ഉണ്ടെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ താങ്ക്സ് ഫോർ വാച്ചിങ്.